ചേർത്തു. ദാനമാം മക്കളെ ദാതാവിനേകുവാൻ കരുതി വളർത്താം. വിശുദ്ധ വീതി സ്വർഗത്തിലേക്കുള്ള വീതി. ഒരു ചെറുപൂ വിരിയുന്ന കാലം, ഒരു തിരിനാളം തെളിയുന്ന നേരം. വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്വർഗപിതാവിന്റെ കരങ്ങളിൽ നിന്ന് വിശുദ്ധിയോടെ കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിതം നയിക്കുവാൻ കുടുംബങ്ങളെ സഹായിക്കുക. ഇതാണ് ഏഞ്ചൽസ് ആർമിയുടെ ലക്ഷ്യം. സ്വർഗത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് മധുരമൊഴിക്ക് ശേഷം ഏഞ്ചൽസ് ആർമി വീണ്ടും നിങ്ങൾക്കായി ഇവിടെ ഒരുക്കുന്നു വിശുദ്ധ വീതി, ഫാമിലീസ് ജേർണി ടു ഹോളിനെസ്. ഒരു കുഞ്ഞിന് ശരി ഏതാണ് തെറ്റ് ഏതാണെന്ന് തിരിച്ചറിയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് ഒരു മാതാപിതാക്കൾ അത് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് പരിശീലിപ്പിച്ചു കൊടുക്കേണ്ടതായിട്ട് ഇമ്പോർട്ടൻസ് ഒരുപാടുണ്ട്. മാതാവും ഔസേപിതാവും ഈശോനെ എപ്രകാരമാണോ ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളൊരു മകനായിട്ട് വളർത്തിയത്, അതുപോലെ എല്ലാ മാതാപിതാക്കളും തൻ്റെ കുഞ്ഞുമക്കളെ ശരി ഏതാണ് തെറ്റ് ഏതാണ് എന്ന് തിരിച്ചറിയാനായിട്ട് പരിശീലിപ്പിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ശരിയും തെറ്റും തിരിച്ചറിയാൻ മക്കളെ എങ്ങനെ പരിശീലിപ്പിക്കണം, അതിന് മാതാപിതാക്കൾ എന്തുമാത്രം റോൾ എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ഇതിനുവേണ്ടി നമ്മളുടെ കൂടെ സംസാരിക്കാനായി എത്തിയിരിക്കുന്ന ഗസ്റ്റ് വളരെ ആപ്റ്റായിട്ടുള്ള രണ്ടുപേരാണ്. ഈ കപ്പിളിനെ നമുക്ക് പരിചയപ്പെടാം. ദീപാൻഡി ആൻഡ് മനോജ് അങ്കിൾ. അങ്കിള് ബിസിനസ് ചെയ്യുന്നു, ആൻറ്റി ഹോം മേക്കറാണ്, ആൻഡ് 7 മക്കള്. സോ ആൻറ്റി അങ്കിൾ, എങ്ങനെയാണ് നിങ്ങൾ ശരിക്കും മക്കളുടെ അടുത്ത് ഈ ശരിയും തെറ്റും വേർതിരിച്ചറിയാനായിട്ടുള്ള ആ ഒരു എങ്ങനെ അവർ അതൊന്ന് പരിശീലിപ്പിച്ചെടുത്തത്? എൻ്റെ ഒരു എൻകൗണ്ടർ ഈശോയായിട്ട് എൻകൗണ്ടർ ഉണ്ടാകുന്നത് 36-ാമത്തെ വയസ്സിലാണ്. ഓക്കെ. സോ അതുവരെ ഞാൻ ഈ മക്കളൊക്കെ ഉണ്ടായപ്പോൾ വളർത്തിയപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ പാസ്റ്റിലോട്ട് നോക്കാറുണ്ട്. ഞാൻ ബോത്ത് ദ സിൻസ് ഹാവ് കമ്മിറ്റഡ്. സോ എനിക്ക് തോന്നുന്നത് കുറേയും കൂടെ അവരെ തെറ്റുകളും ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് കുറേയും കൂടെ എമ്പത്തറ്റിക്കായിട്ട് അവരോട് പെരുമാറാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഒരു കാര്യം ഞാൻ ഓർക്കുന്നത്, എൻ്റെ മൂത്ത മോൻ ജോസ് ഒരു ചെറിയ തെറ്റ് ഞങ്ങൾ കണ്ടുപിടിച്ചു. അപ്പോൾ അത് അവനെ ഞാനും ദീപയും അവനുമായിട്ട് ഞങ്ങൾ അവിടെ ചാത്തിയാത്ത് പള്ളിയിൽ അവനെ കൊണ്ടുപോയി ഞങ്ങൾ കുർബാന കണ്ടു. കുർബാനകളൊക്കെ ഞാനും ദീപം നന്നായി പ്രാർത്ഥിച്ചു. ഞങ്ങൾക്കറിയില്ല എങ്ങനെയത് അവൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു. കുർബാന കഴിഞ്ഞിട്ട് വന്ന് അവൻ കാറിൽ കയറിയപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു, ജോസ് ഇങ്ങനെ ഒരു തെറ്റ് ഞാൻ കണ്ടു, ഒരിക്കലും അത് ചെയ്യരുത്, ദാറ്റ് ഈസ് റോങ്. പക്ഷെ അത് അവൻ എടുത്ത രീതിയിൽ ഭയങ്കര നല്ല ഒരു പൊട്ടിത്തെറിക്കലോ ഒന്നും ഉണ്ടായില്ല. കാരണം അവനൊരു പേഴ്സണൽ ഒരു അങ്ങനെയാണ് ഞങ്ങളത് കണ്ടുപിടിച്ചത്. പക്ഷെ അത് അവൻ ബ്യൂട്ടിഫുള്ളായിട്ട് എടുത്തു. അതിനുശേഷം അവന് നല്ലൊരു ചേഞ്ച് ഉണ്ടായി. അവൻ്റെ കുറേയും കൂടെ അവൻ്റെ പണ്ട് എല്ലാം റൂംസ് എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ ഇതിന് ശേഷം അവൻ ഓൾവേസ് കീപ്സ് ഹിസ് ഡോർ ഓപ്പൺ. അവൻ്റെ കമ്പ്യൂട്ടർ, അവൻ്റെ ലാപ്ടോപ്പ് എല്ലാം എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും ആക്സസിബിൾ ആയിരുന്നു. അവനിപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അവൻ 1 ഇയർ ഈശോയ്ക്ക് വേണ്ടി കമ്മിറ്റ് ചെയ്തിരിക്കുന്നു എൻ്റെ പ്രേ ഗ്രൂപ്പിൽ തന്നെ. എനിക്ക് തോന്നുന്നു ഇവർ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇവര് ആദ്യം തന്നെ അവര് എടുത്ത ഒരു സ്റ്റെപ്പ്, ഇവർക്കൊരു കറക്ഷൻ ഉണ്ടെന്ന് തോന്നി, മകനിൽ ഇങ്ങനെ ഒരു കുറവുണ്ടെന്ന് തോന്നി, ആദ്യം തന്നെ ഒരു കുർബാനയ്ക്ക് പോയി അത് സമർപ്പിച്ച് എന്നിട്ടാണ് അവരത് കറക്റ്റ് ചെയ്യുന്നത്. അപ്പൊ തന്നെ അവിടെ ഒരു ഹീലിംഗ് നടക്കുകയാണ്. അതെ, ആ ഒരു വിസ്ഡം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ പേരൻസ്. അവർക്കത് വേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. മോളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ അവളുടെ ഡ്രസ്സിങ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, നല്ല മോഡസ്റ്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്യണം എന്നുള്ളത്. വളരെ അപൂർവം ചില കേസുകളിൽ അവളോട് പറയണം, മോളെ ഇത് മാറ്റിയിട്ടിട്ട് വേറെ ഡ്രസ്സ് ഇട്ടിട്ട് പോകണം എന്നുള്ളത്. അത് അവിടെ നിന്നാണ് തിന്മ വരുന്നത്, ഇത് വേറൊരാൾ കാണുകയും. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടതും. പിന്നെ കുഞ്ഞുമക്കളുടെ എല്ലാവരുടെ കാര്യത്തിലാണെങ്കിൽ ഫുഡിൻ്റെ കാര്യത്തിൽ ഫുഡ് വേസ്റ്റ് ആക്കരുതെന്ന് ഞാൻ പറയാറുണ്ട്. പിന്നെ ഏത് ഭക്ഷണം തന്നാലും അത് സന്തോഷത്തോടെ കഴിക്കാനായിട്ട് ഞങ്ങൾ
ഇവിടെ പോയിരുന്നു മിഷന് പോയപ്പോൾ അവരെ കൂടെ കൊണ്ടുപോയി. മൂത്ത മോനെ വെച്ച് ബാക്കി അവന് എക്സാംസ് ആയിരുന്നു, അല്ലെങ്കിൽ അവനെ കൊണ്ടുപോകാൻ പറ്റിയേനെ. എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ ചെറിയ കൊച്ചു അടക്കം കൂടി ഞങ്ങൾ മിഷന് പോയി. 2 സ്ഥലത്ത് മിഷന് പോയെങ്കിൽ അപ്പോൾ അവർക്ക് മനസ്സിലായി എത്രയോ മക്കൾ വേദനയിലൂടെ പോകുന്നു, ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ. അപ്പോൾ അവർക്ക് കിട്ടുന്നത് അവർക്ക് ഭയങ്കര ഒരു സന്തോഷത്തോടെ ഇപ്പോൾ അവർക്ക് കഴിക്കാനും പറ്റുന്നുണ്ട്, വേസ്റ്റ് ചെയ്യാതെ കഴിക്കാൻ പറ്റുന്നു. പിന്നെ അവർ കഴിച്ച പാത്രങ്ങൾ അവർ കഴുകണം, അവരുടെ റൂം ഗേൾസിനും ബോയ്സിനും റൂമുണ്ട്, അത് ക്ലീനാക്കി വെക്കണം, എല്ലായിടത്തും ഹെൽപ്പ് ചെയ്യാനും അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ തെറ്റ് കാണുമ്പോൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. പിന്നെ മാത്യുവിൻ്റെ ഒരു കാര്യം പറയാം. ഞങ്ങളുടെ 3ാമത്തെ ആള് മാത്യു. അവനിപ്പോൾ ഫ്രണ്ട്സിൻ്റെ ആ ഒരു പിയർ പ്രഷറും ഒക്കെ കാരണം അവന് ഒരു 1-2 തെറ്റുകൾ ഞങ്ങൾ ആവർത്തിച്ച് കണ്ടു. ആദ്യത്തെ പ്രാവശ്യം ഞങ്ങൾ സ്നേഹത്തിൽ അത് ചെയ്യരുതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. 2ാമത്തെ പ്രാവശ്യം അത് കണ്ടപ്പോൾ ഞങ്ങൾ അവനായിട്ട് ഇരുന്ന് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചു. അപ്പോൾ അത് അവന് ഒരു റിപ്പൻഡൻസിലോട്ട് ലീഡ് ചെയ്യും. അത് ഇനി ആവർത്തിക്കില്ല എന്ന് പ്രോമിസൊക്കെ ചെയ്തു. അമ്മ സോറി എന്ന് പറഞ്ഞു. അത് ഭയങ്കരമായിട്ട് എനിക്ക് എൻ്റെ സോറി പറയാനായിട്ട് തോന്നണല്ലോ മക്കൾക്ക്. ഞാൻ ചെയ്ത് തെറ്റിപ്പോയി, അമ്മ സോറി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു. അതിനുശേഷം ഞങ്ങൾ പറഞ്ഞു മാത്തു കൺഫെഷന് പോകണം. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ കുർബാന ഞങ്ങളുടെ ഇടവക ദേവാലയത്തിൽ പോയി ഞങ്ങളെല്ലാവരും ഞാനും ദീപയും എല്ലാവരും കൂടെ അപ്പോൾ അവനും നല്ല ആഗ്രഹത്തോടെ സന്തോഷത്തോടുകൂടെ അത് കൺഫസ് ചെയ്തു. അപ്പോൾ അവൻ ആകെ ഒരു കുറവ് പറഞ്ഞത് ഞാൻ അച്ഛനടുത്ത് കൺഫസ് ചെയ്തു. അച്ഛൻ ചെറിയൊരു പെരൻസ് പറഞ്ഞുള്ളൂ എന്ന് മാത്രമാണ് അവന് വിഷമം. ഞങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷമായ ഒരു അനുഭവപ്പെട്ട ഒരു കാര്യമായിരുന്നു. ദിവ്യാൻ്റെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ആലോചിക്കായിരുന്നു, അമ്മമാർക്കൊരു സ്പെഷ്യൽ അറിയാൻ പറ്റും ഓഫ് ട്രാക്ക് മക്കൾ പോകുന്നുണ്ടെങ്കിൽ. എൻ്റെയൊക്കെ അമ്മയൊക്കെ അങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചോണ്ടിരുന്നത്. എന്തോ ഒരു ഇൻറ്റ്യൂഷൻ നേരത്തെ കിട്ടും. എനിക്ക് തോന്നുന്നു ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന പേരൻസിന് അല്ലെങ്കിൽ അത് ഓൾറെഡി ആ ഒരു വിസ്ഡം ഓൾറെഡി ദൈവം ഒന്ന് കൊടുക്കും തോന്നുന്നു. എൻ്റെയൊക്കെ ഒരുപാട് കുഞ്ഞിലെ കാണിച്ചിരുന്ന കള്ളത്തരങ്ങളൊക്കെ അമ്മ ഇങ്ങനെ പറയുമായിരുന്നു, എനിക്കിത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി സോറി തോന്നും, നമ്മൾ തന്നെ പോയി കൺഫെസ് ചെയ്യുകയും ചെയ്യും. അങ്ങനത്തെ ഒരു മനോഭാവം അപ്പനും അമ്മയും മക്കളും തമ്മിൽ ഉള്ളതൊരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരിക്കും അത് ഇറ്റ് ഹാസ് ഹെൽപ്ഡ് ദം എ ലോട്ട്. ഓക്കേ, അതൊരു വലിയ ബ്ലെസ്സിംഗ് ആണ് മക്കൾക്ക്. ഒരുപാട് നല്ല നല്ല ഇൻസൈറ്റ്സും കാര്യങ്ങളും ഇന്ന് ഇവർ ഷെയർ ചെയ്യുകയുണ്ടായി. കുറേ നല്ല നല്ല കാര്യങ്ങൾ ഞങ്ങൾക്കും എടുക്കാനുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ടോജിൻ ചേട്ടനും മീനു ചേച്ചിയും അവിടെ ഒരു ഗസ്റ്റ് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ആരാന്ന് നമുക്ക് നോക്കാം. സോ ഓവർ ടു ടോജിൻ ആൻഡ് മീനു. ഹായ് ടോജിൻ. ഹായ് മീനു. ഹായ് മനു. ഹായ് അൽറിയ. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമുക്കെല്ലാം സുപരിചിതനാണ് ഫാദർ വർഗീസ് മണവാളനച്ഛനാണ്. സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ ഏഞ്ചൽസ് ആർമിയുടെ തുടക്കകാലത്ത് ആനിമേറ്റർ ആയിരുന്നു, സ്പിരിച്വൽ ഗൈഡായിരുന്നു. ഇപ്പോൾ മലയാറ്റൂർ തീർത്ഥാടന കേന്ദ്രത്തിൽ സെൻറ് തോമസ് ചർച്ചിൽ വികാരിയാണ്. സോ വെൽക്കം ടു ദ പ്രോഗ്രാം. അച്ഛാ, അപ്പോൾ ഇന്നത്തെ വിഷയം ഇതാണ്, ഈ കൊച്ചു പിള്ളേരിൽ എന്ന് വെച്ചാൽ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ആ ഒരു കാലഘട്ടമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്തെ പിള്ളേരുടെ ചെറിയ തെറ്റുകൾ, ശരികൾ നമുക്ക് ശരികൾ എന്ന് തോന്നുന്നതായിരിക്കില്ല, അവർക്ക് എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല. കാരണം ആ പ്രായത്തിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അനുകരണമാണ് അവരുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. ഇനി നമ്മൾ പറയുന്ന തെറ്റ് ശരി എന്ന് പറയുന്നത് തെറ്റും ശരിയല്ല. നമ്മൾ പറയുന്നത് എൻ്റെ മനസ്സിലിരിക്കുന്ന രീതിക്കനുസരിച്ച് എൻ്റെ കുട്ടി പെരുമാറിയില്ലെങ്കിൽ അത് തെറ്റ്. അത് എൻ്റെ മനസ്സിനിണങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് ശരി. പ്രവർത്തിക്കുന്ന ശൈലിയിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് മാതാപിതാക്കന്മാർ പലപ്പോഴും വ്യാകുലപ്പെടുന്നത്. കുട്ടികളുടെ അനുകരണത്തെക്കുറിച്ച് എനിക്ക് നല്ലൊരു സംഭവം ഓർമ്മയുണ്ട്. ഞാനൊരു പള്ളിയിലിരിക്കുമ്പോൾ 6 മണിക്ക് ഞാൻ കുമ്പസാരക്കൂട്ടിൽ പോയിരിക്കും. 6:30 കുർബാന. അപ്പോൾ ആളുകൾ വരുന്നതനുസരിച്ച് ഒരുങ്ങിയവരൊന്ന് കുമ്പസാരിക്കും. ഞാനങ്ങനെ നോക്കിയിരിക്കുമ്പോൾ പള്ളിയുടെ വാതിലിലൂടെ ഒരമ്മ ഒരു കൊച്ചുകുട്ടിയും കൂടി കടന്നു വരുന്നുണ്ട്. അമ്മ പള്ളിയിൽ വന്നു മുട്ടുകുത്തി, കൊച്ച് ഒപ്പം മുട്ടുകുത്തി. അമ്മ അത് കണ്ട് കുരിശ് വരച്ചു. ആ കൊച്ചും ഇങ്ങനെ രണ്ടൊക്കെ വരച്ചു. അത് കേട്ട് അമ്മ കുമ്പിട്ട് കിടന്നു. അത് നോക്കിയിട്ട് കൊച്ചും കുമ്പിട്ട് കിടന്നു. എന്നിട്ട് ഇത്തിരി കഴിയുമ്പോൾ കൊച്ച് തലപൊക്കി നോക്കി. അമ്മ എഴുന്നേറ്റിട്ടില്ല. കൊച്ച് പിന്നെയും കിടന്നു. പിന്നെ അമ്മയോടൊപ്പം കൊച്ച് നിവർന്നു മുട്ടുകുത്തി. ഇത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അമ്മയിൽ കാണുന്ന കാര്യം
അതേപടി തന്നെ പകർത്തുന്ന രീതിയാണ്. പലപ്പോഴും പല കാര്യങ്ങളിലും മാതാപിതാക്കന്മാർക്ക് സംഭവിക്കുന്ന കാര്യമുണ്ട്. അവർ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ തയ്യാറല്ല എന്നല്ല, അവർ പലപ്പോഴും അവരുടെ വ്യഗ്രതയിൽ വരുമ്പോൾ തനിക്കിഷ്ടപ്പെടാത്തൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ഉടനെ ദേഷ്യമോ അല്ലെങ്കിൽ കൊച്ചിനെ എന്തെങ്കിലും ചെയ്ത് പീഡിപ്പിക്കുന്ന രീതിയിലൊക്കെ ചെയ്യുന്ന രീതികളൊക്കെയാണ്. ഇവിടെ വേണ്ടത് ഒരു കുട്ടിയുടെ അവസ്ഥയിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളതാണ്. കുട്ടിയുടെ ആ ഒരു മനസ്സ് നമ്മളറിയുക, അതിലേക്ക് അങ്ങ് ചെല്ലുക, ആ രീതിയിലേക്ക് വരിക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കുട്ടി ഒരു വസ്ത്രം വലിച്ചെറിഞ്ഞിട്ടിട്ട് പോകുന്നു. ആ കുട്ടിയെ വിളിച്ചു നിർത്തിക്കൊണ്ട് ഇതിങ്ങനെ മടക്കി 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 ഇങ്ങനെ വയ്ക്കുക എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ നാളെ തന്നെ കൊച്ച് അതെവിടെ ചെയ്യുന്നു വരും. ഇത് ഒരു വീട്ടിലെ പ്രയാസം മാത്രമല്ല, നമ്മൾ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ പള്ളിയകത്ത് കുട്ടികളെയും കൊണ്ട് വരുന്ന മാതാപിതാക്കന്മാരുണ്ട്. അവർ പലപ്പോഴും വളരെ ശാന്തമായിട്ടും സ്വസ്ഥമായിട്ടും അവർ പ്രാർത്ഥിക്കുകയും ചിലപ്പോൾ വരുന്നതിന് മുമ്പ് തന്നെ കുട്ടികളോട് തമ്പായി ഈശോയാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചും അതുപോലെ പെരുമാറും. അതേസമയം മാതാപിതാക്കന്മാരുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ അവരെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റില്ല. മുൻകാലങ്ങളിലൊക്കെ അപ്പൻ്റെയും അമ്മയുടെയും കൂടെ ഇതിലൊപ്പം നിന്ന് ചെയ്തിരുന്ന കുട്ടികളാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റണില്ല. കാരണം അവരുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവരെയും കൊണ്ട് അപ്പനോ അമ്മയോ പുറത്തിറങ്ങി അവരെ കളിപ്പിക്കുകയാണ്. വേണ്ടത് കൊടുക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ഒരുപക്ഷെ ഈ അവസ്ഥയിൽ നമ്മൾ നോക്കുമ്പോൾ കുട്ടികളെ ശരി തെറ്റല്ല, മറിച്ച് അവരെ എങ്ങനെ നല്ല അച്ചടക്കമുള്ള കുട്ടികളാക്കി വളർത്താമെന്നുള്ള നല്ല രീതികൾ മാനേഴ്സ് വളർത്തിയെടുക്കാൻ എങ്ങനെ സാധിക്കാമെന്നുള്ളതാണ്. ഞങ്ങളിങ്ങനെ പള്ളിയിലിങ്ങനെ അച്ഛൻ്റെ ആശീർവാദം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലൈൻ നിൽക്കുക. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ ഒരു കുഞ്ഞു കൊച്ചുണ്ട്. അപ്പോൾ അവനിങ്ങനെ ഭയങ്കര വികൃതിയൊക്കെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ എനിക്കിങ്ങനെ മനസ്സിൽ തോന്നി കൊച്ചിനെ കൊണ്ട് എന്തെങ്കിലും ഇങ്ങനെ സുഹൃദൈവം ചെല്ലിപ്പിച്ചാൽ. എൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കുന്നു തോണ്ടുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഈശോയെ എൻ്റെ സ്നേഹമാകണമേ, അല്ലെങ്കിൽ ഈശോയെ ഞാനിങ്ങനെ സ്നേഹിക്കുന്നു, അങ്ങനെ കുഞ്ഞു കുഞ്ഞ് സുഹൃദേവങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഒരു 5 തവണ ചെല്ലിക്കേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൊച്ചിങ്ങനെ കൈ കൂപ്പി പിടിച്ച് ചെല്ലി. പിന്നെ അടുത്ത സുഹൃദേവം എന്നിട്ട് കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അടുത്ത സുഹൃദേവം ഇത് 5 പ്രാവശ്യം ചെല്ലിക്കേ, 10 പ്രാവശ്യം ചെല്ലിക്കേ. അപ്പോൾ കൊച്ച് അവിടെ ഫ്രണ്ടിൽ അച്ഛൻ്റെ അടുത്ത് ചെല്ലുന്നവരെ ഈ സുഹൃദേവം പറഞ്ഞു കൊടുത്തതിനനുസരിച്ച് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു. അപ്പം ഞാനിങ്ങനെ ഓർത്ത് നമ്മൾ പറഞ്ഞ് നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കൊച്ച് അതിനനുസരിച്ചൊക്കെ നിൽക്കും എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരെ ഫ്രീ ആക്കി വിടുമ്പോൾ അവരിൽ നിന്നുള്ള ഒരു പോസിറ്റീവ് എനർജി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഫ്രീഡത്തെ നമ്മൾ ഒട്ടും ലിമിറ്റ് ചെയ്യരുത്. ഇത് ആസ്വദിക്കാനുള്ള കഴിവ് മാതാപിതാക്കൾ കൊണ്ടാണ്. ഇപ്പോൾ മിനു പറഞ്ഞ കാര്യം വളരെ പോസിറ്റീവായിട്ട് ആ സാഹചര്യത്തെ ഉപയോഗിക്കാൻ കൊച്ചിനെ പഠിപ്പിക്കുകയായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? അതൊരു പോസിറ്റീവ് എനർജി കൂടിയാണ് കൊച്ചിന്. അതേസമയം അമ്മ തട്ടിപ്പറിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പിടിച്ചു നിർത്താൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ലല്ലോ. അവൻ അവിടെ ചെയ്യാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായൊരു കാര്യം ഈശോ ഓർക്കാൻ പ്രാർത്ഥിക്കാൻ പറ്റുന്ന അവൻ്റെ പ്രായത്തിലുള്ള പറ്റുന്ന കൊച്ചു പ്രാർത്ഥന ചൊല്ലിക്കൊടുത്തപ്പോൾ അവനത് ഏറ്റെടുത്തു. അപ്പോൾ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് കാണിച്ചു കൊടുക്കുക. ഇത് പലപ്പോഴും വീടുകൾ സംഭവിക്കാറില്ല. പെരുമാറേണ്ടത് എങ്ങനെയെന്ന് കാണിച്ചു കൊടുക്കാൻ മാത്രമുള്ള സ്വസ്ഥതയും ഒരു സമാധാനവും മാനസിക അന്തരീക്ഷവും മാതാപിതാക്കന്മാർക്ക് ഇല്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും ഇത് കുഞ്ഞിനെ ഒരു തരത്തിൽ ശിക്ഷിക്കലും കുഞ്ഞിനെ കരയിപ്പിക്കലും ഒക്കെ ആയിട്ട് മാറുന്നു. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മളും പോസിറ്റീവായിട്ട് ചിന്തിച്ച് കുഞ്ഞുമക്കൾക്ക് പകർന്നു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അവരനുകരിക്കുന്നവരാണ്. നമ്മൾ പറയുന്നത് കേൾക്കുന്ന അതേവിടെ തന്നെ പറയും, നമ്മൾ കാണിക്കുന്നത് അതുപോലെ തന്നെ കാണിക്കും. അതുകൊണ്ട് നന്മയുടെ വഴികൾ നമ്മൾ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുക. ഇപ്പോൾ ഓടുന്ന കുട്ടിയെക്കുറിച്ച് പറഞ്ഞു. ഓടുന്ന കുട്ടിയോടൊപ്പം അപ്പൻ ഓടിയിട്ട് ദേ പിടിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെയും പിടിച്ച് നിൻ്റെ ഓട്ടം നല്ലതാണല്ലോ എന്ന് പറയുമ്പോൾ കൊച്ചിന് ആത്മാഭിമാനം വളരുകയാണ്. പക്ഷെ അതേസമയം തന്നെ ആ സമയത്ത് പറയണം, ദേ അപ്പൻ പറഞ്ഞാൽ ഓടണ്ടെന്ന് പറഞ്ഞാൽ ഓടണ്ടട്ടോ എന്നുകൂടി പറഞ്ഞു കൊടുക്കുമ്പോൾ കൊച്ച് ചെയ്തതിന് പ്രോത്സാഹനം കിട്ടി. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നതിന് ഒരു നല്ല നിർദ്ദേശവും കിട്ടി. ആ രീതിയിൽ വരുമ്പോഴാണ്
ശരിക്കും കുഞ്ഞുമക്കൾ ആ പ്രായഘട്ടത്തിൽ ഒരു നന്മയുടെ രീതികൾ, പലപ്പോഴും നമ്മൾ പറയുന്നത് കൊച്ചിന് തെറ്റും ശരിയല്ല, പക്ഷെ നമ്മൾ കാണുന്ന ഒരു നന്മയുടെ രീതി അല്ലാത്തതിൻ്റെ പേരിലാണ് നമ്മൾ ചിലപ്പോൾ ഇടപെടുന്നത്. ആ ഇടപെടൽ നന്മയുടെ രീതി ഇതുകൂടിയാണ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോൾ അവർ തന്നെത്താനെ അത് മുഴുവൻ ഉള്ളിലേക്ക് കയറ്റിയിട്ട് അതിനേക്കാളും മനോഹരമായിട്ട് അവർ അത് പ്രകാശിപ്പിക്കുന്നത് കാണാൻ പറ്റും. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു അച്ഛൻ. താങ്ക് യു വെരി മച്ച് അച്ഛാ. താങ്ക് യു ഫോർ യുവർ ഷെയറിങ്സ്. ബാക്ക് ടു യു മനു ആൻഡ് എൽറിയ. താങ്ക് യു ടോജൻ ആൻഡ് മീനു. മണവാളൻ അച്ഛൻ പറഞ്ഞ കുറച്ച് ഭയങ്കര രസകരമായിട്ടാണ് അത് അച്ഛൻ കണക്ട് ചെയ്തത്. ശരിക്കും പാരൻസിൻ്റെ സൈഡിൽ നിന്ന് ഉള്ള ഇതുപോലെ തന്നെ അച്ഛന് തരാനായിട്ടുള്ള ഭയങ്കര ഒരു ഡിഫറെന്റ് ആംഗിൾ ആയിരുന്നു. വേറൊരു ആംഗിളിൽ നിന്ന് അച്ഛൻ സംസാരിക്കുക. നമുക്കിന്നൊരു ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു. ഇത് സെക്കൻഡ് ഗസ്റ്റും ഒരു വൈദികനായിട്ട് തന്നെ വന്നത്. എന്തായാലും ഇതിനെപ്പറ്റി മറ്റൊരു ആംഗിളിൽ നിന്ന് നമ്മളുടെ ജെറിനച്ചനിൽ കേൾക്കാം. അതിന് ഓവർ ടു ഫിലിപ്പൈൻസ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞുങ്ങൾക്ക് ഈ തെറ്റും ശരിയും ഏതെന്ന് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എങ്ങനെ പറഞ്ഞു കൊടുക്കാം? എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് പറഞ്ഞു കൊടുക്കണം എന്ന് ചിന്തിച്ചിട്ട് നമുക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്ന് ആലോചിക്കാം. എങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ ടിപ്സൊക്കെ എനിക്ക് മുമ്പേ വന്ന കപ്പിൾസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്തുകൊണ്ട് പറഞ്ഞു കൊടുക്കണം? കാരണം ഇവരുടെ ആദ്യത്തെ ഏറ്റവും ബാല്യ സമയം, ടെൻഡർ ആയിട്ടുള്ള ഇയർ, പ്രത്യേകിച്ച് ആദ്യത്തെ 3 വർഷം അവരുടെ ഇൻ്റലക്റ്റൊക്കെ ഫോം ചെയ്യുന്ന, ബ്രെയിനൊക്കെ ഫോം ചെയ്യുന്ന ആ സമയം അവർക്ക് റീസണിങ് കപ്പാസിറ്റിയൊക്കെ ഫുള്ളി വർക്കായി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് റീസൺ ചെയ്തത് ശരി തെറ്റെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ലല്ലോ. പ്രത്യേകിച്ച് തീയിൽ കൈവെക്കുമ്പോൾ അത് കൈകൊള്ളാൻ സാധ്യതയുണ്ടെന്ന് കരുതിയിട്ട് ഒരു കുഞ്ഞും തീ കൈവെക്കാതിരിക്കുന്നില്ല. വെള്ളത്തിൽ ചാടുമ്പോൾ കുഞ്ഞ് മുങ്ങിപ്പോകുന്ന വെച്ചൊരു കുഞ്ഞും വെള്ളത്തിൽ ചാടാതിരിക്കുന്നുമില്ല. അവർക്കിതെല്ലാം ഒരുപോലെ തന്നെയാണ്. മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുന്നതാണ് തെറ്റ്, പറഞ്ഞു കൊടുക്കുന്നതാണ് ശരി. അതായത് ഇതൊക്കെ അക്വയർ ചെയ്യുന്ന സമയമാണല്ലോ. അതുകൊണ്ട് തന്നെ അവർ അക്വയർ ചെയ്യാനായിട്ട് മാതാപിതാക്കൾ സഹായിക്കണം. ഇത് തെറ്റ്, ഇത് ശരി, ഇത് ബ്ലാക്ക്, ഇത് വൈറ്റ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ മാതാപിതാക്കൾ സമയമെടുത്ത് ചെയ്യണം. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു സമയം, ആദ്യത്തെ വർഷം മാതാപിതാക്കൾ ബോധപൂർവ്വം അധികം സമയം, പ്രത്യേകിച്ച് അമ്മമാരൊക്കെ അധികം സമയം കുഞ്ഞുങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അല്ലെങ്കിൽ അവർ ശരിയും തെറ്റും ശരിയുമായിട്ട് പഠിച്ചു വെക്കും. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട സമയമാണ് ഈ സമയത്ത്. ചില മോഡേൺ തിയറികളൊക്കെ പറയുന്നത് കുഞ്ഞുങ്ങൾ തന്നെത്താനെ പഠിക്കട്ടെ. എനിക്കതിനോട് അത്ര ഞാൻ യോജിക്കുന്നില്ല. കാരണം അവർ പഠിക്കട്ടെ എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ ഓൾറെഡി ബ്രെയിൻ ഫോംഡ് ആയ റീസണിങ് കപ്പാസിറ്റിയുള്ള മാതാപിതാക്കൾ, അറിവുള്ള മാതാപിതാക്കൾ അവർ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് വേണം ആദ്യകാലങ്ങളിൽ പഠിപ്പിക്കുവാനായിട്ട്. അതാണ് ഇതിൻ്റെ ബേസിക് ഫൗണ്ടേഷൻ. രണ്ട്, നമുക്ക് എങ്ങനെ പഠിപ്പിക്കാം. എനിക്ക് തോന്നുന്നു എങ്ങനെ പഠിപ്പിക്കുക എന്നുള്ള ഭാഗം ഏറ്റവും നല്ല റോൾ മോഡൽ ആവുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമല്ല, ചെയ്ത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കുഞ്ഞുങ്ങൾ കണ്ടുപഠിക്കുകയാണ് ചെയ്യുന്നത് പല കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു അല്പം കൂടെ വളർന്നു കഴിയുമ്പോൾ അവരുടെ റോൾ മോഡലിംഗ് തന്നെയാണ് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല പേരൻറ്റിങ്. അതായത് അപ്പൻ പഠിക്കാൻ തുടങ്ങുന്ന കുഞ്ഞിനോട് പറയുന്നത് ടി വി അധികം നേരം കാണരുത്, ഇരുന്ന് പഠിക്കണം. എന്നിട്ട് അപ്പൻ ടി വി ഓൺ ചെയ്തിരിക്കുകയാണെങ്കിൽ കുഞ്ഞിന് കൊടുക്കുന്ന എന്ത് മാതൃകയാണ്? അല്ലെങ്കിൽ അമ്മ പറഞ്ഞു കൊടുക്കുന്നു അനുസരിക്കണം, എന്നിട്ട് ഭർത്താവ് പറയുന്നത് അനുസരിക്കാതിരിക്കുന്ന ഭാര്യയെ കാണുമ്പോൾ കുഞ്ഞിന് എന്ത് മാതൃകയാണ് നമ്മൾ കൊടുക്കുന്നത്? അല്ലെങ്കിൽ അപ്പൻ പറയുന്നു ദേഷ്യപ്പെട്ട് സംസാരിക്കരുത്, എന്നിട്ട് അനിയനോടും അനിയത്തിയോടുള്ള ചേട്ടനോടും ചേച്ചിയോടും അമ്മയോടും. എൻ്റെ ഭർത്താവ് എപ്പോഴും അപ്പൻ എപ്പോഴും ദേഷ്യപ്പെട്ട് വീട്ടിൽ സംസാരിക്കുന്നു. അത് കുഞ്ഞ് നോട്ട് ചെയ്ത് വെക്കുകയല്ല തനിയത്. എന്നിട്ട് അപ്പോൾ അപ്പന് ചൂടാവാം, എനിക്ക് ചൂടാൻ പറ്റില്ല, അമ്മയ്ക്ക് കള്ളം പറയാം, എനിക്ക് കള്ളം പറയാൻ പറ്റില്ല. അത് ഏത് നീതിയാണ്? അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു കൊച്ചു കൺഫ്യൂസ്ഡ് ആയി പോകും ബാല്യത്തിൽ തന്നെ പല കാര്യങ്ങളിലും. അതുകൊണ്ട് മോഡലിംഗ് തന്നെയാണ് ഏറ്റവും നല്ല റോൾ മോഡൽസ് ആവുക എന്നുള്ളത് തന്നെയാണ് ബാല്യത്തിൽ കൊടുക്കാവുന്ന ഏറ്റവും ശരിയും തെറ്റും പഠിപ്പിക്കാനുള്ള ഏറ്റവും നല്ല ബെസ്റ്റ് മാതൃക. കുഞ്ഞു നാളിലെ മുതൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാവുന്ന ഒരു കാര്യമാണ്, നമുക്കാർക്കും തെറ്റാവരമില്ല, നമുക്ക് തെറ്റുപറ്റാം. മാനുഷികമായ കാര്യമാണ് തെറ്റുപറ്റുക എന്നുള്ളത്. തെറ്റുപറ്റുക എന്നുള്ള മാനുഷികമായതുകൊണ്ട് തന്നെ ക്ഷമ ചോദിക്കുക അല്ലെങ്കിൽ തിരുത്താൻ ശ്രമിക്കുക എന്നുള്ളത് മാനുഷികമാണെന്ന് തന്നെ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ തെറ്റുപറ്റുക, നമുക്കാർക്കും തെറ്റുപറ്റില്ല, അതുകൊണ്ട് തെറ്റുപറ്റിക്കഴിഞ്ഞാൽ കുഞ്ഞ് പേടിച്ചു പോകും. കാരണം മാതാപിതാക്കൾ അങ്ങനെ വളരെ സ്ട്രിക്റ്റ്, അതികണിശക്കാരാണെങ്കിൽ, ഇങ്ങനെ തെറ്റാവരമില്ല എന്ന രീതിയിൽ ജീവിക്കുന്നവരാണെങ്കിൽ കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്താൽ തന്നെ ഒളിച്ചു വെക്കും, ഹൈഡ് ചെയ്യും. അവർ ബാല്യം തന്നെ കള്ളത്തരം ചെയ്യാൻ പഠിച്ചു തുടങ്ങും. കാരണം അവർക്ക് പേടിയാണ്. അതുകൊണ്ട് മാതാപിതാക്കളെ നിങ്ങൾക്ക് തന്നെ ഇത് കാണിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഭർത്താവിനോ ഭാര്യയ്ക്ക് തെറ്റ് പറ്റുമ്പോൾ ഒരു സോറി അങ്ങ് പറയാൻ, അല്ലെങ്കിൽ കുഞ്ഞിനോട് തന്നെ ഇതിൽ തെറ്റ് മണ്ടത്തരങ്ങൾ കാണിക്കുമ്പോൾ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് മോനെ സോറി കേട്ടോ, അമ്മച്ചിക്ക് തെറ്റ് പറ്റിപ്പോയതാണെന്ന് പറയുമ്പോൾ കൊച്ചിന് മനസ്സിലാകും എല്ലാവർക്കും തെറ്റ് പറ്റും. അതുകൊണ്ട് തെറ്റ് പറ്റിയാൽ തിരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് കുഞ്ഞിന് ബാല്യത്തിൽ തന്നെ മനസ്സിലാവും. ഈ തെറ്റും ശരിയും പഠിപ്പിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പണിഷ്മെൻറ്റ്. അതാണ് മൂന്നാമത്തെ കാര്യം. നമുക്ക് പണിഷ് ചെയ്യാമോ? പല തിയറികളും പറയുന്നു കുഞ്ഞിനെ പണിഷ് ചെയ്യരുത്, കുഞ്ഞിന് മുറിവായി പോകും, പല കാര്യങ്ങളും ബാല്യത്തിൽ തന്നെ കുഞ്ഞ് അടഞ്ഞു പോകും. പക്ഷേ എനിക്ക് തോന്നുന്നു ചില പണിഷ്മെൻറ്റുകൾ നല്ലതാണ്, എങ്കിലേ കുഞ്ഞ് മോൾഡ് ചെയ്യപ്പെടത്തുള്ളൂ.
ചില കാര്യങ്ങൾ നമുക്ക് മുഴുവൻ പഠിച്ച് റീസണിങ്ങിലൂടെ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പണിഷ്മെൻറ്റുകൾ നല്ലതാണ്. പക്ഷേ ആ കുഞ്ഞു കുഞ്ഞു പണിഷ്മെൻറ്റുകൾ എങ്ങനെ കൊടുക്കുന്നു? നമ്മുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയാണോ കൊടുക്കുന്നത്? നമ്മൾ കുഞ്ഞിന് തെറ്റ് കാണിച്ചപ്പോഴത്തേക്ക് എൻ്റെ ദേഷ്യം സഹിക്കാൻ പറ്റാതെ മുണ്ടം വടിയെടുത്ത് അടിക്കുകയോ പിച്ചുകയോ എന്നുള്ളതും അത് പലപ്പോഴും നമ്മൾ ദേഷ്യം തീർക്കാൻ വേണ്ടിയാണ്. കുഞ്ഞിനെ ഒരു നല്ലൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ആവണമെന്നില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ എന്തിനു പണിഷ്മെൻറ്റ് നടത്തുന്നു, എങ്ങനെ പണിഷ്മെൻറ്റ് നടത്തുന്നു. എനിക്ക് തോന്നുന്നു ഈ പണിഷ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും നല്ല കാര്യം കുമ്പസാരക്കൂടിനെ ഓർമ്മിക്കുന്നതാണ്. നമ്മളൊക്കെ പ്രായമായവരൊക്കെ ഒത്തിരി പാപങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ചെയ്തിട്ട് അവസാനം കുമ്പസാരക്കൂട്ടി ചെന്ന് നമ്മൾ ഏറ്റു പറയുമ്പോൾ കർത്താവ് എന്താ ചെയ്യുന്നത്? കർത്താവ് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ചെവിക്ക് പിടിച്ച് നീ തലകുത്തി നിൽക്കാൻ 2 പൊട്ടിയിട്ട് തരട്ടെ, നീ ഇത്രയൊക്കെ ഉള്ളതരാമ കാണിച്ചു എന്നാണ് ചോദിക്കുന്നത്. അല്ലല്ലോ. അവിടെ നിന്ന് പറയുന്നു പോട്ടെ, കുഴപ്പമില്ല, ഇനി ഇത് ചെയ്യരുത് കേട്ടോ. അതിന് പരിഹാരമായിട്ട് ഒരു 3 നന്മർദ്ദനം ചെല്ലിക്കും. ദിസ് ഈസ് കോൾഡ് മെഡിസിനൽ പണിഷ്മെൻറ്റ്. നമുക്കൊരു അസുഖം വന്നു, അതിന് തരുന്ന ചെറിയ മരുന്ന് പോലെയുള്ള പണിഷ്മെൻറ്റ്. ഇതാണ് എനിക്ക് തോന്നുന്നു ബാല്യം മുതൽ കുഞ്ഞുങ്ങൾക്കൊന്ന് കൊടുക്കുകയാണെങ്കിൽ എനിക്കൊരു മനോഹരമായ അനുഭവം ഉണ്ടായത് ഞാൻ പറയാം. ഒരിക്കലും ഞാനൊരു വീട് സന്ദർശിച്ചപ്പോൾ ചേട്ടനും അനിയനും തമ്മിൽ മുട്ടൻ അടിയാണ്. 2 കുഞ്ഞു പിള്ളേരാണ്. ചേട്ടൻ സ്കൂളിൽ പോകാൻ തുടങ്ങി, 3ാം ക്ലാസ്സിലൊക്കെ, അനിയൻ 1 നഴ്സറിയിലൊക്കെ പോകാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ചേട്ടൻ എന്തോ പറഞ്ഞപ്പോഴത്തേക്ക് അനിയനെ പിടിച്ചിട്ട് ഇടി കൊടുത്തു. അനിയൻ വലിയവായി കരയാണ്. എൻ്റെ മുമ്പിലൊക്കെ വെച്ച് ഇടി കിട്ടിയതിന് നാണക്കേടും കൂടെ ഉണ്ടോ, കൊച്ചു വലിയവായി കരയാണ്. അപ്പം അമ്മ ഓടി വന്നു തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ചേട്ടനെ മനസ്സിലായി ഇപ്പം പണി കിട്ടുമെന്ന്. അപ്പോൾ അനിയനോട് അമ്മ പറഞ്ഞു, ചേട്ടൻ തല്ലി പണിഷ്മെൻറ്റ് കൊടുക്കണം. എന്നൊരു കാര്യം ചെയ്യും, ചേട്ടാ ഓടിപ്പോയി അനിയനെ കെട്ടിപ്പിടിച്ചിട്ട് 3 ഉമ്മ കൊടുക്ക്. അപ്പം ഞെട്ടിപ്പോയി. അവൻ ഓടിപ്പോയി, ആ ചേട്ടൻ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് അതിന് ഉമ്മ കൊടുത്തു 3 എണ്ണം. അതോടെ കാര്യങ്ങൾ സീൻ കൂൾ. എത്ര സീൻ കോൺട്ര ആവുന്ന കാര്യം എത്ര സിമ്പിളായിട്ടാണ് അമ്മ ജ്ഞാനത്താൽ സീൻ കൂളാക്കി മാറ്റിയത്. ഇതൊരു പണിഷ്മെൻ്റ് ആണ്. പണിഷ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്ന എന്തിനു വേണ്ടിയാണ്? ആ വ്യക്തിയെ ബോധവാനാക്കാനോ അതോടൊപ്പം സ്നേഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനോ. കരുണയോടെ കുഞ്ഞുങ്ങളെ പണിഷ് ചെയ്യാൻ മാതാപിതാക്കൾ പഠിക്കട്ടെ. നിങ്ങളുടെ കലിപ്പ് തീർക്കാനോ നിങ്ങളുടെ ദേഷ്യം തീർക്കാനോ വേണ്ടിയല്ല, കരുണയോടെ കുഞ്ഞുങ്ങളെ തിരുത്താൻ. കാരണം അവർക്ക് ആ പ്രായത്തിൽ അത്രയൊക്കെ മനസ്സിലാവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. തിരിഞ്ഞു നോക്കിക്കേ, നമ്മൾ ഈ പ്രായത്തിൽ തന്നെ എന്തുമൊക്കെ തെറ്റുകളെ കാട്ടിക്കൂട്ടുന്നത്. അതുകൊണ്ട് തെറ്റും ശരിയും പറഞ്ഞു കൊടുക്കുമ്പോൾ പണിഷ്മെൻറ്റിന് വലിയ റോളുണ്ട്. പക്ഷെ എങ്ങനെ പണിഷ് ചെയ്യുന്നു, എന്തിന് പണിഷ് ചെയ്യുന്നു, ഈ 2 കാര്യങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് മാതാപിതാക്കൾ ഇരുന്ന് ചിന്തിക്കണം. അടുത്തത് എനിക്ക് തോന്നുന്നു, കുഞ്ഞുങ്ങളെ തെറ്റ് ശരി പഠിപ്പിക്കുമ്പോൾ അപ്പനും അമ്മയ്ക്കും ഒരേ തെറ്റും ഒരേ ശരിയും തന്നെ ആവണം കേട്ടോ വീട്ടിൽ. അല്ലെങ്കിൽ കുഞ്ഞിന് കൺഫ്യൂഷൻ ആവും, കുഞ്ഞുങ്ങൾ നിങ്ങളെ പറ്റിച്ച് പാലം കടത്തുകയും ചെയ്യും പിന്നീട്. കാരണം അത് ചെറിയ ഉദാഹരണം പറയാം. ചിലപ്പോൾ ഒരു വീട്ടിൽ അപ്പൻ പറയും ഒരു നോമ്പുകാരമാകുമ്പോൾ അമ്മ പറയുന്നു നമുക്ക് നോമ്പെടുക്കാം, ഇന്ന് വെള്ളിയാഴ്ച നമുക്ക് ഇറച്ചി കഴിക്കണ്ട, മീനും കഴിക്കണ്ട, നമുക്ക് പച്ചക്കറി മാത്രം എടുക്കാം. അപ്പം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ല, അമ്മ പറയുന്നത് നമുക്ക് ഈ ആഴ്ച മുഴുവൻ എല്ലാവർക്കും പള്ളിയിൽ പോകാം. അപ്പം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അമ്മയ്ക്കൊരു ശരി, അപ്പന് വേറൊരു ശരി. അപ്പോൾ കൊച്ചിന് മൊത്തത്തിൽ കൺഫ്യൂഷനായി. പിന്നെ കൊച്ചി ഇത് വെച്ച് മുതലെടുക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ചെറിയൊരു കള്ളത്തരം പറയില്ല. അപ്പനെ കാണാൻ ആരെങ്കിലും വീട്ടിലേക്ക് വരുമ്പോൾ അപ്പം പറയുന്നു ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. അപ്പോൾ അമ്മ പറയുന്നു അതങ്ങനെ ശരിയാവുന്ന കള്ളത്തരം പറയരുതല്ലോ. വീണ്ടും അപ്പനൊരു ശരി, അമ്മയ്ക്കൊരു ശരി. അല്ല, അപ്പം പറയുന്നു കോപ്പി അടിക്കരുത്. അമ്മ പറയുന്നു കുഴപ്പമില്ല, ചെറിയ രീതി എങ്ങനെയും നോക്കി മാർക്കെങ്കിലും രക്ഷപ്പെടുന്നി, അല്ല നാണക്കാട് എനിക്ക് സ്കൂളിൽ വന്ന് ഒപ്പിട്ട് തരാൻ മനസ്സിലെന്ന് പറയുന്നു. അപ്പനൊരു ശരി, അമ്മയ്ക്കൊരു ശരി. കൊച്ചു കൺഫ്യൂസ്ഡ് ആയി. അത് മാത്രമല്ല, പിന്നീട് അവൻ നന്നായിട്ട് മുതലെടുക്കും. നിങ്ങളെ പറ്റിച്ചവൻ പാലം കടത്തും വലുതായി കഴിയുമ്പോൾ. അതുകൊണ്ട് ദയവ് ചെയ്ത് അപ്പനും അമ്മയ്ക്കും ഒരേ ശരിയും ഒരേ തെറ്റും തന്നെ ആവട്ടെ. അതിന് നിങ്ങൾ തമ്മിൽ നല്ല ഐക്യം വേണം. ഒരുമിച്ച് പ്രാർത്ഥിക്കണം, ഒരുമിച്ച് കുഞ്ഞിനെ പറ്റി ചർച്ച ചെയ്യണം, ഒരുമിച്ച് വീട്ടിലുണ്ടാകുന്ന സെനാരിയോ സിറ്റുവേഷൻസ് എല്ലാം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാനുള്ള സമയം മാതാപിതാക്കൾ കണ്ടെത്തണം. പ്രത്യേകിച്ച് വളർന്നു വരുന്ന മക്കളുള്ള കുഞ്ഞുങ്ങളുള്ള വീട്ടിലെ മാതാപിതാക്കൾ സമയം കണ്ടെത്തി സ്വയം ഇവാലുവേഷൻ തയ്യാറാവണം. എൻ്റെ ലൈഫിൽ തെറ്റു ശരികൾക്കൊക്കെ എവിടെയാണ്, എൻ്റെ മൂല്യങ്ങളുടെ ഒരു അടിസ്ഥാന ശൃംഖല എങ്ങനെയാണ്, പ്രയോറിറ്റികൾ എന്തൊക്കെയാണ് സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് മാതാപിതാക്കൾ സമയം കണ്ടെത്തണം പ്രിയപ്പെട്ടവരെ. ഇതിൻ്റെ മറ്റൊരു മനോഹരമായ ഭാഗമാണ് ഈ തെറ്റുശരി പഠിപ്പിക്കുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾ അടച്ച് നോ പറയരുത്. കുഞ്ഞുങ്ങൾ ചിലപ്പോൾ നിങ്ങൾ വെറുത്തു, അല്ലാണ്ട് നിങ്ങളൊരു സ്വാതന്ത്ര്യം നഷ്ടപ്പെടും, നിങ്ങൾ ഫ്രീഡം നഷ്ടപ്പെടും. എല്ലാത്തിനും വെട്ടാനും മുറിക്കാനും നോ പറയാനും തന്നെ ഇരിക്കുന്ന മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ ഷെയർ ചെയ്യൽ നിർത്തും, അവരുടെ പ്രശ്നങ്ങളെപ്പറ്റി വന്ന് പറയൽ നിർത്തും. അതുകൊണ്ട് നിങ്ങൾക്ക് നോ തന്നെ എസ്സാക്കി പറയാൻ കേട്ടോ. വളഞ്ഞ വഴിയിൽ ഇച്ചിരി ബുദ്ധിപരമായിട്ട് ഇച്ചിരി കൃപയോടെ ചിന്തിക്കുകയാണെങ്കിൽ പല നോകളും നിങ്ങൾക്ക് എസ്സാക്കി പറയാം, അല്ലെങ്കിൽ പല എസ്സുകൾ നിങ്ങൾക്ക് നോയാക്കി പറയാം. അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. എല്ലാത്തിനും വെട്ടാനും മുറിക്കാൻ നിൽക്കേണ്ടതല്ല. അങ്ങനെ ആകുമ്പോൾ ഈ പണിഷ്മെൻറ്റ് കൊടുത്തും നോ പറഞ്ഞു കുഞ്ഞ് നിങ്ങളിലേക്ക് വരാനുള്ള വാതിലങ്ങ് അടഞ്ഞു പോകും, അവരുടെ സ്വാതന്ത്ര്യം കുറഞ്ഞു പോകും. അതുകൊണ്ട് അതൊരു കൃപയാണ്, ഇതൊരു ആർട്ട് ഓഫ് പാരൻറ്റിങ് ആണ്. അതിന് നിങ്ങൾ ശരിക്കും കർത്താവിനോട് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും ജ്ഞാനം കിട്ടുക. ജ്ഞാനത്തിൻ്റെ പ്രാർത്ഥന ഉണ്ടല്ലോ, ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ മനോഹരമായ പ്രാർത്ഥന, ദൈവമേ നിനക്ക് സ്വർഗത്തിൽ നിന്ന് ജ്ഞാനം അയച്ചു തരണമെന്ന്. ആ പ്രാർത്ഥന നിങ്ങൾ വായിക്കുകയും നിങ്ങൾ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ബാല്യം മുതൽ അഭ്യസിപ്പിക്കുകയും ചെയ്യണം. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഈ ജ്ഞാനം നിങ്ങൾക്ക് ജ്ഞാനം സ്വർഗത്തിൽ നിന്ന് കിട്ടും. ഇവരെ ഗൈഡ് ചെയ്യാൻ, ഇവർക്ക് തെറ്റും ശരികളും മനസ്സിലാക്കാനുള്ള ജ്ഞാനം പരിശുദ്ധാത്മാവിൽ നിന്ന് ഒഴുകി വരികയും ചെയ്യും. അതാണല്ലോ തിരുവചനത്തിലും പറയുന്നത്, അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും. ആ ഓരോ പ്രായത്തിനനുസരിച്ചുള്ള ജ്ഞാനം കുഞ്ഞുങ്ങൾക്ക് തെറ്റും ശരിയും മനസ്സിലാക്കി കിട്ടാനായിട്ട് ബാല്യം മുതലേ മാതാപിതാക്കൾ അവർ പ്രാർത്ഥിച്ച് ഒരുക്കണം.
അവസാനമായിട്ട് ഞാൻ ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യം ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് നിർത്തുകയാണ്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സോടെ കുഞ്ഞുങ്ങളെ തെറ്റിച്ചൊരി പഠിപ്പിക്കുക, അല്ലെങ്കിൽ ദൂർത്തപുത്രനെ കാത്തിരുന്ന ആ അപ്പൻ്റെ ഹൃദയത്തോടെ കുഞ്ഞുങ്ങളെ തെറ്റിച്ചെരിയും പഠിപ്പിക്കുക. അനുകമ്പയില്ലാതെ കുഞ്ഞുങ്ങളോട് നിങ്ങൾ തെറ്റിച്ചെരിയും പഠിപ്പിക്കുകയോ അവരെ തിരുത്തുകയോ ചെയ്യരുത്. പരിശുദ്ധാത്മാവ് വലിയ കൃപ നിങ്ങൾക്ക് അതിന് തരട്ടെ. നമുക്കൊന്ന് ചെയ്യാൻ ആ ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ ഒന്ന് ചേർന്ന് നിമിഷം നിന്നെ സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങളെ കുടുംബമായിട്ട് ചേർത്ത് നിർത്തിയല്ലോ. ഭാര്യയും ഭർത്താവും ചേർന്ന് കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് നിന്നേ. നീയാണല്ലോ ഈ കുടുംബം സൃഷ്ടിച്ചത്. നീ നൽകിയ സമ്മാനങ്ങളാണല്ലോ ഈ മക്കൾ. ഇവരെ വളർത്തുക, നീ ആഗ്രഹിക്കുന്നത് വളർത്തുക എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണല്ലോ. ഇവരെ സ്വർഗത്തിന് ശരിയും തെറ്റും പറഞ്ഞു പഠിപ്പിക്കുക എന്നുള്ളത്, സാത്താൻ്റെ പ്രലോഭനങ്ങളിൽ നിന്ന് വീഴാതിരിക്കുവാനായി ഇവരെ പൊതിഞ്ഞു പിടിക്കുക എന്നുള്ളത് ഞങ്ങളുടെ പേരൻറ്റിങ്ങിന് നീ നൽകിയ ഏറ്റവും വലിയ സുഹൃതമാണല്ലോ. ആ ഒരു കൃപ ഇരട്ടിക്ക് കിട്ടുവാനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്താൽ ഞങ്ങൾ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓ സ്വർഗമേ, സ്വർഗം തുറന്ന് ഈ നിമിഷം ഞങ്ങൾക്ക് വേണ്ട, മാതാപിതാക്കൾക്ക് വേണ്ട, കുഞ്ഞുങ്ങളെ വളർത്തുവാൻ വേണ്ട എല്ലാ കൃപകളും ദാനങ്ങളും വരങ്ങളും സമൃദ്ധമായിട്ട് അയച്ചു തരണമേ. പ്രത്യേകിച്ച് ഈശോയെ, ഞങ്ങളുടെ വളർത്തൽ ദോഷം കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ പറഞ്ഞു കൊടുത്ത് ഞങ്ങളുടെ ദുർമാതൃകൾ കൊണ്ട് ഞങ്ങളുടെ മക്കൾ തെറ്റായ മാതൃകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ തിരുത്തിയപ്പോൾ അവർക്ക് ഒത്തിരി മുറിവേൽക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഈ നിമിഷം ഞങ്ങൾ മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നീ ഇന്നലെയും ഇന്നും നാളെയും ഒരുവൻ തന്നെയാണല്ലോ. ഞങ്ങളുടെ മക്കളുടെ കഴിഞ്ഞകാല ജീവിതങ്ങളിലേക്ക് തിരിച്ചുപോയി അവരുടെ മുറിവുകൾ നീ ഒന്ന് ഉണക്കി കൊടുക്കണമേ. ഞങ്ങൾക്ക് പറ്റിയ കുറവുകൾ നീ ഒന്ന് കഴുകി ഇല്ലാതാക്കി മാറ്റി കൊടുക്കണമേ. പ്രത്യേകിച്ച് മക്കളൊക്കെ യൗവനത്തിലെത്തിയവർ മക്കളെയൊക്കെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മാതാപിതാക്കളുടെ കൺട്രോളിൽ നിന്നൊക്കെ അകന്നുപോയി ജീവിക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങളുടെ കൈപ്പിടിയിൽ നിന്ന് ഒരു വഴുതി പോയിട്ടുണ്ടെങ്കിൽ, കർത്താവിൽ നിന്ന് അകന്നുപോയി ജീവിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, ഒരു നിമിഷം കർത്താവിന് മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിച്ച് സ്വർഗത്തിൻ്റെ കരം നീട്ടി അവരെ ചേർത്ത് പിടിച്ച് വീണ്ടും കുടുംബത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള ആ ഒരു വലിയ നിമിഷമാക്കി നമുക്കിതിനെ മാറ്റാം. പ്രത്യേകിച്ച് മക്കളൊക്കെ വിദേശത്തോ പഠിക്കാനൊക്കെ പോയിരിക്കുന്നവർ നിങ്ങളുടെ മക്കളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി വലിയ സ്വർഗത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കട്ടെ. കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളോട് നിമിഷം ഒന്ന് ഹൃദയമൊരുക്കി പ്രാർത്ഥിക്കട്ടെ. ഹൃദയത്തിൽ ഈ നിമിഷം ഗർഭവതിയായിരിക്കുന്ന മാതാപിതാക്കൾ ഈ നിമിഷം ഒന്ന് ഹൃദയം നുറുകി പ്രാർത്ഥിക്കട്ടെ. മക്കളെ വളർത്തുവാനുള്ള കൃപയ്ക്ക് വേണ്ടി, സ്വർഗം ആഗ്രഹിക്കുന്ന രീതിയിൽ മക്കളെ വളർത്തുവാനുള്ള കൃപയ്ക്ക് വേണ്ടി അമ്മേ മാതാവേ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മാധ്യസ്ഥം വഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണം ഉണ്ടാവട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു അച്ഛാ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അച്ഛൻ ഇത് പ്രസന്റ് ചെയ്യുകയുണ്ടായി അല്ലേ. എങ്ങനെയാണ് ഒരു കുഞ്ഞു മക്കൾക്ക് ശരിയും തെറ്റുമൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് എന്നുള്ളത് ഒരു വൈദികൻ്റെ കാഴ്ചപ്പാടിലൂടെ, പേരൻറ്റിങ് ഒന്നും അറിയാത്ത ഈ വേറൊരു ആംഗിളിൽ നിന്ന് അച്ഛനൊക്കെ സംസാരിക്കാൻ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എന്താണെങ്കിലും ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ ക്വയറീസോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഏഞ്ചൽസ് ആർമിയുടെ നമ്പറുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 0484-255-9313 അല്ലെങ്കിൽ drop us your mail at info@angelsarmy.in. വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിനായി കാത്തിരിക്കാം. Until then, goodbye. Thank you, uncle. Thank you, auntie.